വീട്ടിലെ കുടുംബാംഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ, കൃത്യമായി പറഞ്ഞാൽ 5ന് മുകളിലായി കഴിയുമ്പോൾ, ഒരു കാർ എടുക്കുന്ന ചിന്ത വരുമ്പോൾ ഒരു 7 സീറ്റർ വാഹനമായിരിക്കും അവരുടെ മനസ്സിൽ വരിക. ഒരു 7 സീറ്റർ വാഹനം എടുക്കുന്നത് ഒരു നല്ല തീരുമാനമാണോ അതോ ഒരു മോശം തീരുമാനമാണോ? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സിനിമാ പ്രാന്തുള്ള വണ്ടി പ്രാന്തന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാനൊരു കഥ പറയാം. എന്റെ വീട്ടിൽ 2007 മുതൽ 2010 വരെ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോർഡ് ഐക്കൺ ഡീസൽ ഉപയോഗിച്ചിരുന്നു. ഒരു പരിധി വരെ ഫോർഡിന്റെ പേര് ഇന്ത്യയിൽ കളഞ്ഞ ഒരു വാഹനമാണ് ഫോർഡ് ഐക്കൺ. നമ്മളത് 3 വർഷത്തോളം ഉപയോഗിച്ചു. ഏകദേശം 1 ലക്ഷം രൂപയുടെ പണി അതിനകത്ത് ചെയ്തു. അങ്ങനെ മറ്റൊരു വാഹനം എടുക്കാമെന്ന് കരുതി. ഫോർഡ് ഐക്കൺ ഒരു സെഡാൻ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ഒരു സെഡാൻ തന്നെ എടുക്കാമെന്ന് കരുതി സ്വിഫ്റ്റ് ഡിസയർ ബുക്ക് ചെയ്യാൻ ഒരുങ്ങി. അപ്പൊ ഇതെന്റെ ഒരു കസിൻ ചേട്ടനോട് പറഞ്ഞപ്പോ ചേട്ടൻ ചോദിച്ചു, നീ എന്തിനാണ് ഡിസയർ ബുക്ക് ചെയ്തേ, നീ സ്വിഫ്റ്റ് ബുക്ക് ചെയ്യേ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ അച്ഛനമ്മയും പുറത്താണല്ലോ, അപ്പൊ അവര് നാട്ടിൽ വരുമ്പോ എയർപോർട്ടിൽ വിളിക്കാൻ പോകണ്ടേ, അപ്പൊ അതിനകത്ത് ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയറ്റിക്കൊണ്ട് വരാനായിട്ട് സെഡാൻ അല്ലേ നല്ലത്. അപ്പൊ ചേട്ടൻ ചോദിച്ചു, അച്ഛനും അമ്മയും എത്ര പ്രാവശ്യം നാട്ടിൽ വരുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വർഷത്തിൽ 1 പ്രാവശ്യം വരും. അപ്പൊ ചേട്ടൻ പറഞ്ഞു, വർഷത്തിൽ ഒരിക്കലാണ് നിന്റെ അച്ഛനമ്മയും വരുന്നതെങ്കിൽ 1 പ്രാവശ്യം നീ അവരെ വിളിക്കാനും പോകണം, 1 പ്രാവശ്യം നീ അവരെ തിരിച്ചു കൊണ്ടുവിടാനും പോകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമല്ലേ നിനക്ക് ബൂട്ട് ആവശ്യമുള്ളൂ. ബാക്കി 363 ദിവസം നീ ബൂട്ടും ചുമന്നുകൊണ്ട് നടക്കണം എന്തിനാന്ന് എന്റെ അടുത്ത് ചോദിച്ചു. പിന്നെ ചേട്ടൻ ചോദിച്ചു, സ്വിഫ്റ്റ് ഡിസയറിന് സ്വിഫ്റ്റിനേക്കാളും വില കൂടുതലാണ്, ടാക്സ് കൂടുതൽ അടയ്ക്കേണ്ടി വരും, ഇൻഷുറൻസ് കൂടുതൽ അടയ്ക്കേണ്ടി വരും, പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും വലിയ വണ്ടി ആയതുകൊണ്ട്, കൂടാതെ ടൗണിൽ കൊണ്ട് കിടക്കാനായിട്ട് സ്വിഫ്റ്റ് ആയിരിക്കും നിനക്ക് കുറച്ചുകൂടെ നല്ലത് എന്ന് പറഞ്ഞു. പിന്നെ സ്വിഫ്റ്റ് ഡീസൽ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് അതേ എഞ്ചിൻ, അതേ പവർ, അതേ മൈലേജ് എല്ലാം കിട്ടും. മൈലേജ് കൂടിയാലേ ഉള്ളൂ. പിന്നെ ടാക്സ് കുറവ്, ഇൻഷുറൻസ് കുറവ്, പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. പിന്നെ സെഡാൻ അല്ലല്ലോ എന്ന് ഓർത്ത് കംഫർട്ടിന്റെ കുറവിന്റെ പറയേണ്ട ആവശ്യമില്ല. കാര്യം നിന്റെ കൂടെ ബാക്കിൽ ആരും തന്നെ ഉണ്ടാവാറില്ലല്ലോ, മിക്കവാറും ഫ്രണ്ട് സീറ്റ്സ് അല്ലേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ നിനക്ക് എയർപോർട്ടിൽ പോകണമെങ്കിൽ ലഗേജ് അത്രയും കൂടുതലാണെങ്കിൽ നീ അന്ന് 2 ദിവസത്തേക്ക് ഒരു ടാക്സി വിളിക്കും. ശരിക്കും ഈ കാര്യങ്ങൾ ചേട്ടൻ അന്ന് പറഞ്ഞു തന്നപ്പോഴാണ് അത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. വീട്ടിലെ കുടുംബാംഗങ്ങളുടെ എണ്ണം 5ന് മുകളിലാവുമ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് 7 സീറ്റർ കാറിലേക്ക് ഒരു അപ്ഗ്രേഡ്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു എക്കണോമിക്കൽ ആസ്പെക്റ്റിലാണ് കേട്ടോ. അതായത് ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നത് പോലെ അവന് മൈലേജും മെയിൻ്റനൻസ് കോസ്റ്റും ഇൻഷുറൻസും ടാക്സും എല്ലാം ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. ഇതൊന്നും പ്രശ്നമല്ലാത്തവർക്ക് ഈ വീഡിയോ ബാധകമായിരിക്കില്ല. അപ്പൊ നമുക്ക് ആദ്യം 7 സീറ്ററിന്റെ ഗുണങ്ങൾ പറഞ്ഞു തുടങ്ങാം. 5 പേർക്കും 2 കുട്ടികൾക്കും വളരെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ദൂരയാത്രകൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഒരു ഹാച്ച് ബാക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യാത്രാസുഖം വളരെ കൂടുതലായിരിക്കും. പിന്നെ നിങ്ങൾ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും 5 പേരിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു 7 സീറ്റർ വാഹനം തന്നെയാണ്. ഇത്രയും മാത്രമാണ് ഞാൻ ഒരു 7 സീറ്റർ വാഹനത്തിൽ കാണുന്ന അഡ്വാൻറ്റേജസ്. ഇനി 7 സീറ്റർ വാഹനങ്ങളുടെ ഡ്രോബാക്സ് നമുക്ക് നോക്കാം. 5 സീറ്റർ പ്രീമിയം ഹാച്ച് ബാക്കിനെ വെച്ച് നോക്കുമ്പോൾ വില കൂടുതലായിരിക്കും, മൈലേജ് കുറവായിരിക്കും, മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും, അതേപോലെ തന്നെ ടാക്സും ഇൻഷുറൻസും ഒക്കെ കൂടുതൽ അടയ്ക്കേണ്ടി വരും ഒരു 7 സീറ്റർ വാഹനത്തിൽ. അതുപോലെ പാർക്കിംഗ് സ്പേസ് കൂടുതൽ വേണം, സിറ്റിയിൽ കൊണ്ടു നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കൂടാതെ ലാസ്റ്റ് റോയില് 2 അഡൾട്ട്സിന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് 7 അഡൾട്ട്സിന് സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നർത്ഥം. പിന്നെ എല്ലാവരും കൂടി ഒരു ദൂരയാത്ര പോവുകയാണെങ്കിൽ ലഗേജ് വെക്കാനുള്ള സ്പേസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളൊരു ക്യാരിയർ എക്സ്ട്രാ വെക്കേണ്ടി വരും. പിന്നെ എപ്പോഴും നിങ്ങളുടെ യാത്രകളിൽ 5 പേരിൽ കൂടുതലില്ലെങ്കിൽ ഈ 7 സീറ്റർ വാങ്ങിച്ചതിന് ഒരു അർത്ഥമില്ലാതെയാവും. ഇനി നിങ്ങളുടെ വീട്ടിൽ 5ൽ കൂടുതൽ ആൾക്കാരുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് മാസത്തിൽ 1 or 2 തവണയാണ്. ബാക്കി എല്ലാ സമയവും നിങ്ങൾ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ 5 പേര് ആണ് മാക്സിമം യാത്ര ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു 5 സീറ്റർ ആണ്. അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു ഹാച്ച് ബാക്കോ, ഒരു കോമ്പാക്ട് സെഡാനോ, ഒരു മിനി SUV-യോ ആവാം. വലിയ വാഹനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സാധാരണക്കാരനെ പോലെ ചിന്തിച്ച് ഒരു എക്കണോമിക്കൽ ആസ്പെക്റ്റിൽ ചിന്തിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്കൊരു 5 സീറ്റർ വാഹനത്തിന്റെ അഡ്വാൻറ്റേജ് നോക്കിയാലോ. ഒരു 7 സീറ്റർ വാഹനത്തിന് വെച്ച് നോക്കുമ്പോൾ വില കുറവാണ്, കൂടാതെ മൈലേജ് കൂടുതലാണ്, പിന്നെ മെയിൻ്റനൻസ് ചാർജ് കുറവായിരിക്കും, അതേപോലെ ഇൻഷുറൻസും ടാക്സും 7 സീറ്റർ വാഹനത്തിന് വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. പിന്നെ പാർക്ക് ചെയ്യാൻ കുറച്ച് സ്പേസ് മതി, സിറ്റിയിൽ കൂടെ ഓടിച്ചുകൊണ്ട് നടക്കാൻ വളരെ എളുപ്പമായിരിക്കും. 5 പേരായിട്ട് സുഖമായിട്ട് യാത്ര ചെയ്യാം, കൂടാതെ അവരുടെ ലഗേജസും നമുക്ക് കൊണ്ടുപോകാം. വേറെ എക്സ്ട്രാ ക്യാരിയർ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾ സ്ഥിരമായി 7 പേര് കൂടിയാണ് യാത്ര ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു 7 സീറ്റർ വാഹനം തന്നെയാണ്.
പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ 5-ൽ കൂടുതൽ ആൾക്കാരുണ്ട്, പക്ഷെ നിങ്ങൾ ഒരുമിച്ച് സ്ഥിരമായി യാത്ര ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, 5 പേരിൽ കൂടുതലായി എപ്പോഴും യാത്ര ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് 5 സീറ്റർ ആണ്. ഇനി എങ്ങാനും നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്കൊരു ടാക്സി വിളിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് ഒരു 7 സീറ്റർ വാഹനം വാങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഡിസൈഡിങ് ഫാക്ടർ യൂസേജ് പാറ്റേൺ ആണ്. പിന്നെ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, കാറ് ഒരു അസറ്റ് അല്ല, ലയബിലിറ്റി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.